മുഖംമൂടിയൊക്കെ വെച്ച് പേടിപ്പിച്ചിട്ട് സ്കെൽട്ടന്റെ ഒരു പരിപാടി ഗൾഫിൽ നിർത്തം കൊണ്ടുവന്നായിരുന്നു. രാത്രി ഇന്ന് തിളങ്ങണം പുള്ളിക്കടുത്ത റൂമിൽ ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്തു പേടിച്ചു. ഞാൻ അറിയാതെ എന്റെ അക്കൗണ്ടിൽ അവൻ പൈസ ഇട്ടിരുന്നു. അവനാ പൊക്കി പറയണത് ഒന്നും ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അനുസരണ. അനുസരണ. അയ്യോ അമ്മ എന്നെ ഇതിനും ചൂരക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഫുഡൊന്നും കഴിക്കില്ല. ഇപ്പൊ അധികം കൊളസ്ട്രോൾ ഒക്കെ ആയി. കൊളസ്ട്രോൾ ആയില്ല, കൂടുമെന്ന് പേടിയേ ഉള്ളൂ അമ്മ. ഒരു സിനിമ കഴിഞ്ഞ് ഇനി അടുത്ത സിനിമ റിലീസ് ആവണ വരെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, സിനിമയൊന്നും ഇല്ലേ, സിനിമയൊന്നും നാട്ടിലൊന്നും ഇല്ല. ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ. ഈ അമ്മ ഓവർ കോൺഫിഡൻസ് കൂടെ കാണുമ്പോഴേ ഗുരുവായൂരമ്പലം നട കഴിഞ്ഞപ്പോഴത്തേക്കും രാജുവേട്ടനൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ബസ് കയറി പോയപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങി. അമ്മ ഇറങ്ങിയില്ല. ബസ് ഫ്രണ്ട് ഇരുന്ന് ഇങ്ങനെ പോണു നോക്കി ഓടി പറഞ്ഞ ആളിറങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞ അവിടെ ബഹളം ഉണ്ടാക്കി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറൊരു മൂടാക്കി അവസാനം എനിക്ക് ശാന്താവും. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ചേട്ടൻ അമ്മയ്ക്ക് അന്ന് ഏറ്റവും വലിയ സർപ്രൈസ് എന്താണ്? ഇപ്പഴാ അല്ല ഇപ്പഴല്ല, ലൈക്ക് സർപ്രൈസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയത്, ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. അവൻ ഞാൻ അറിയാതെ എന്റെ അക്കൗണ്ടിൽ അവൻ പൈസ ഇട്ടിരുന്നു. പറയാമോ? എന്നിട്ട് സർപ്രൈസ് ആയിട്ട് അവൻ അത് കാണിച്ച് അത് എന്റെ ഇതിലാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് എനിക്ക് സർപ്രൈസ് ആയി എനിക്കിങ്ങനെ തന്നല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പൊ അവൻ്റെതായിട്ട് അവനൊന്നുമില്ല, എന്റെയിലാണ് അവൻ അത് ഇട്ടിട്ട് കാണിച്ചത്. അപ്പൊ അത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. പിന്നെ അവൻ 20 വയസ്സായപ്പോഴും അവൻ എനിക്കെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. അപ്പൊ അവൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തന്നാൽ അതെല്ലാം എനിക്ക് സർപ്രൈസാണ്. പക്ഷെ എല്ലാം എനിക്ക് സർപ്രൈസാണ്. സാരി ആയാലും എല്ലാം ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? എല്ലാം സ്പെഷ്യലാണ്. ചേട്ടൻ അമ്മേനെ പ്രാങ്ക് ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും പറ്റിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ? എപ്പോഴൊക്കെ ചെയ്തിട്ടുള്ളതാണൊക്കെ തോന്നുന്നു. മുഖംമൂടിയൊക്കെ വെച്ച് പേടിപ്പിച്ചിട്ട് അങ്ങനെ അതൊക്കെ സ്കെൽട്ടന്റെ ഒരു പരിപാടി ഗൾഫിൽ നിർത്തം കൊണ്ടുവന്നായിരുന്നു. രാത്രി ഇന്ന് തിളങ്ങണം പുള്ളിക്കടുത്ത റൂമിൽ ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്തു പേടിച്ചു. അതൊക്കെ അല്ലാതെ വേറെ അങ്ങനെയാണോ? അതുപോലത്തെ വേറെ എന്തെങ്കിലും കുസൃതിയൊക്കെ ഉണ്ടോ? എപ്പോഴും എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് അവന്. എന്തെങ്കിലും ഒരു അസുഖം വന്നാലും അവൻ പറയും അമ്മ ആശുപത്രി പോകണം, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ അവനുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്ക് അതുപോലെ ഒരാൾ മരിച്ചപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു അമ്മ അവരെങ്ങനെ മരിച്ചത്. ഞാൻ അവര് അവിടെ നമ്മളെ നാട്ടിലൊരു 3-4 ദിവസം ആയതേ. അപ്പൊ അത് അറ്റാക്ക് വന്നു. അയ്യോ അതെന്തമ്മ അങ്ങനെ അറ്റാക്ക് വന്നത്, പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ അറ്റാക്ക് വന്നു. അങ്ങനെ അവൻ ടെൻഷൻ അടിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞടാ എല്ലാവർക്കും വരണത് തന്നെ, നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചില്ല, ഇനി അങ്ങ് പോണെങ്കിൽ പോട്ടെ, അങ്ങനെ അങ്ങനെ പക്ഷെ അവൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ നീ ചോദിച്ചില്ലേ പിന്നെ ഞാൻ അല്ല മക്കൾക്ക് എന്തായാലും ഭയങ്കര ഒന്നും പറയണതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എവനെ പോലെ ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എങ്ങനത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് നാടൻ ഫുഡാണ്. അത് നമ്മളെ വീട്ടിൽ വെച്ച് കഴിക്കാൻ അവന് അതാണ് ഇഷ്ടം. പക്ഷെ പുറത്തിറങ്ങി അവന് അത്ര താല്പര്യമില്ല. ഹോട്ടലുകളിലൊന്നും വെച്ചിട്ട് അങ്ങനെ താല്പര്യമില്ല. അതുപോലെ എനിക്കും അതുപോലെയായിരുന്നു. അതേസമയം എൻ്റെ മോള് നേരെ തിരിച്ച്, അവളെ അച്ഛനും അതുപോലെ തന്നെ പുറത്തിറങ്ങി അവർക്ക് ആഹാരം കഴിക്കണം. ശരിക്കും പറഞ്ഞ ഈ വീട്ടിൽ അമ്മയുടെ ഫുഡൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കും അല്ലേ? കാരണം ഞാനൊക്കെ പണ്ട് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനമായിരുന്നു ചോറ് എന്ന് പറയണത്. മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോറിന്റെ വില അറിയാൻ തുടങ്ങിയത്. അതാണ് അത് അവനതുണ്ട്, നാടൻ ഫുഡാണ് ഇഷ്ടം. അപ്പൊ അതുപോലെ ഇപ്പൊ ചേട്ടന് ചോറ്, ചൂരക്കറി, ചീനി എന്നൊക്കെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അതുപോലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്കും അമ്മക്കും എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം.
ചിക്കനോട് താല്പര്യം, മീനിനോടാണോ കൂടുതൽ താല്പര്യം? ചിക്കൻ എന്നാലും വെക്കും, ഇവൻ വെക്കും, മോള് വെക്കും, അവൻ്റെ അച്ഛൻ എല്ലാരും വെക്കുന്നത് വേറെ വേറെയാണ്. ഞാൻ വെക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ അവര് തന്നെ അങ്ങ് കൈകാര്യം ചെയ്യും. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? മോഹൻലാൽ. ലാലേട്ടൻ. ലാലേട്ടന്റെ ഏത് സിനിമ കണ്ടിട്ട് മമ്മൂട്ടിനെ ഇഷ്ടമാണ്. നല്ല ലാലേട്ടൻ ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുമായിരിക്കുമല്ലോ. അതെന്താണെന്ന് എനിക്കറിയാം, ലാലേട്ടനെ എനിക്ക് ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ ഏതാ? വന്ദനം, ചിത്രം. ആ സമയത്ത് ഞാൻ 10ലേക്ക് പഠിക്കുമ്പോൾ ഉള്ള സിനിമകളാണത്. വന്ദനം, ചിത്രം, അതൊക്കെയാണ് അന്നൊക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അന്ന് തിയേറ്ററിൽ ദേവി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ, അവിടെ പോയാണ് ഇതൊക്കെ കാണുന്നത്. എൻ്റെ അപ്പ കൊണ്ടുപോകും സിനിമ കാണാൻ അവിടെ. ഏത് സിനിമ അപ്പൊ ജോലിയും കഴിഞ്ഞ്, അപ്പൊ എക്സൈസ് ഓഫീസറാണ്. അപ്പൊ ജോലിയും കഴിഞ്ഞ് വരുമ്പം നൈറ്റിന് ഒരുങ്ങി നിൽക്കാൻ പറയും. നമ്മൾ ഒരുങ്ങി നിൽക്കും. അങ്ങനെ അതൊരു ഇത് ഓല വെച്ചുണ്ടാക്കിയ ഒരു തിയേറ്ററാണ് ദേവി. ഇപ്പോഴത്തെ ഇരുന്ന് സിനിമ കാണുന്നതിനെക്കാട്ടി അതിൻ്റെ അകത്തിരുന്ന് സിനിമ കണ്ടുപോലുള്ള ഒരു സുഖം, അത് നല്ല രസമായിരുന്നു. ഇപ്പൊ അത്രയ്ക്കൊന്നുമില്ല. ഇപ്പൊ ഇവന്റെ പടം കാണാൻ പോവാറുണ്ട്. ഓക്കെ. അപ്പൊ അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമല്ലോ, എന്നുവെച്ചാൽ മോനെ സിനിമയിൽ കണ്ടു, വാഴയൊക്കെ ഭയങ്കര ഹിറ്റ്. ഇപ്പൊ വാഴയായാലും ഗുരുവായൂരമ്പല നടയിൽ ആയാലും ഹലോ മമ്മിയൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. അതൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ, ഇപ്പൊ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കൂലേ? സന്തോഷം. സ്കൂൾ ഗ്രൂപ്പിൽ ഇപ്പം ഉണ്ടായിരുന്നു, റീയൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോഴും എല്ലാരും മോനെ ചോദിച്ചു. അപ്പൊ എനിക്ക് സന്തോഷം. അപ്പം ലൈക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിനോട് അടുത്ത് നിൽക്കണുണ്ടാവൂലോ, ഒരു അപ്രിസിയേഷനോ ഇങ്ങനെ മോനെ പറ്റി പറയണ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി പ്രായം ചെന്നവരാണ് ഇവൻ ഈ സിനിമയിൽ പോയപ്പോഴൊക്കെ എൻ്റെ അടുത്ത് എന്തിനാ അവൻ അങ്ങനെ വിട്ടത്, അവ അങ്ങനെയല്ലേ. ഇപ്പോഴും അവര് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ആ മോൻ പോയത് നല്ലതായി, അങ്ങനെ പറയുമ്പോ അത് ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ എന്തായിരിക്കും? എനിക്ക് ഗുരുവായൂരമ്പലം നട കഴിഞ്ഞപ്പോഴത്തേക്കും രാജുവേട്ടനൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ തന്നെ. പിന്നെ ഇവര് സിനിമ കണ്ടിട്ട് അവരപ്പോഴും തന്നെ വിളിക്കും, അത് വേറൊരു ഫീൽ അല്ലേ. ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കാണാൻ പോയി. ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ഫീൽ എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു. അവർക്ക് അവിടെ ഉള്ളവർക്കാർക്കും അറിഞ്ഞൂടല്ലോ ഞാൻ ജോമോന്റെ അമ്മയാണ്. അപ്പൊ എല്ലാരും പറയണ കമന്റുകളും ഒക്കെ എനിക്ക് കേക്കാം. അപ്പൊ അത് സന്തോഷമല്ലേ. വാഴ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്തായിരുന്നു? അവന് പഠിക്കണം, എഞ്ചിനീയർ അതാണ് ആ ഒരു കാര്യം തന്നെയാണ്. ഇവന് വേറെ ഒരു ജീവിതത്തിലും ഏതാണ്ട് അതുപോലെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയും, ഫ്രണ്ട്സിനെയൊക്കെ അനാവശ്യമായി മോട്ടറാക്കണ സ്വഭാവം അതുണ്ട്. അപ്പം സാറാസ് അല്ലേ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞത്? അപ്പൊ അതായിരിക്കുമല്ലോ ആദ്യമായിട്ട് തിയേറ്ററില് ബിഗ് സ്ക്രീനില് ചേട്ടനെ കാണുന്നേ. അപ്പൊ ഉള്ള അല്ല, അതിന് മുമ്പ് OTT ആയിരുന്നു അല്ലേ? 18ാം പടിയെന്ന് പറഞ്ഞിട്ട് അത് അതിലൊരു ചെറിയ വേഷമുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ കാണുന്ന അപ്പൊ ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. രോമാഞ്ചാണോ ആദ്യം കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയ പടം? ഇച്ചിരി ഒരു സീന്, മറ്റേതൊക്കെ ഒരു സീന് 2 സീനൊക്കെ അല്ലേ ഉള്ളൂ. ഇത് രോമാഞ്ചത്തിൽ ഇത്തിരി ഉണ്ടായിരുന്നു. എല്ലാരും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഒരു സിനിമ കഴിഞ്ഞ് ഇനി അടുത്ത സിനിമ റിലീസ് ആവണ വരെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, സിനിമയൊന്നും ഇല്ലേ, സിനിമയൊന്നും ഇല്ലേടെ എന്നുള്ള ചോദിക്കും. അത് ഈ ഇവന്റെ പ്രായത്തിലുള്ളവരല്ല, ഒത്തിരി പ്രായം അതില് അവര് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം ഇവന്റെ കൂടെ മിക്ക എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ്. ആരുടെയും അങ്ങനെ മുഖം കറുപ്പിക്കുകയും ആരുടെയും വഴക്കിന് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാരും ചോദിക്കും, ചിരിക്കുകയും. അതുപോലെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ടോ മോനിപ്പോ സിനിമയൊന്നും ഇല്ലേന്നൊക്കെ? ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. നേരത്തെയൊക്കെ കിച്ചു വീട്ടിൽ വെക്കുന്ന പേര് ജോമോ ഇനിയിപ്പോ പടമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം, അതൊക്കെ ഓരോ
താമസമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പറയും. ഞാൻ പറയാൻ പറ്റൂല, നമ്മളവർ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. ആ അവസ്ഥയിലാണ് അവർ ചോദിക്കുന്നത്. വിഷമവും ചിലപ്പോൾ നമുക്ക്. നമ്മളിപ്പോ മറ്റുള്ളവരുടെ ഞാൻ പിന്നെ സിനിമ ഏത് ഇറങ്ങാൻ പോണെന്നൊന്നും വീട്ടുകാരായിട്ടൊന്നും പറയാനൊന്നുമില്ല. അവർ ഇറങ്ങാൻ നേരത്തെ ഞാൻ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ട് പറയും ഇത് ഇറങ്ങിയല്ലേ പോയി കാണാം, അങ്ങനെ പറയുള്ളൂ. വീട്ടുകാരുമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ സിനിമയിൽ പരിപാടികളൊന്നും പറയില്ല. അവൻ പറയില്ല, അങ്ങനെ പറയില്ല. അവന് പറഞ്ഞോളൂ. പിന്നെ നമ്മളെ ഇന്ന് വേറൊരാൾ അറിഞ്ഞത് ഇറങ്ങാറാമോ ഷൂട്ടിന് പോകാൻ നേരത്തെ രാവിലെ എന്നെ വിളിക്കും, ഞാൻ ഷൂട്ടിന് ഇറങ്ങി നമ്മ അതേയുള്ളൂ. അതിലെ കാര്യമോ കഥയോ ഒന്നും നമുക്കറിയില്ല. ഓക്കെ ചേട്ടാ, ചേട്ടന് അമ്മയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? അമ്മ നമ്മളെന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരും, അതാണ്. എൻ്റെ മക്കളെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം. മക്കളെ മാത്രമല്ല അവൻ്റെ പപ്പയുടെ ആഗ്രഹവും എൻ്റെ മക്കളെ ആഗ്രഹവും മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഒരു കറി വയ്ക്കുമ്പോഴൊക്കെ അവരെന്തിനു വേണം മക്കളെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയണ എന്തിനാണെന്ന് വെച്ചാലേ ഞാൻ ചെയ്യും. അതിനെ പറയുന്നില്ല. അവർ പോണ്ടാന്ന് പറഞ്ഞാൽ പോവില്ല. അതല്ലാണ്ട് വേറൊരു ക്വാളിറ്റി എന്തായിരിക്കും? എനിക്ക് ഇപ്പൊ നമ്മൾ കാണണമെന്ന് തോന്നുമ്പോഴേ അമ്മയിപ്പം വിളിക്കും. ആ ഒരു എന്ത് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ചിലപ്പം കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോ അമ്മയുടെ ഒരു കോള് വരും. എപ്പോഴും വിളിക്കില്ല. വല്ല മോള് എന്നോട് അവൻ്റെ അനിയത്തി എപ്പോഴും വിളിക്കും. എപ്പോഴും 3 നേരമൊക്കെ വിളിച്ച് കാര്യങ്ങൾ തരും. എന്നും അമ്മേനെ വിളിക്കാറില്ല, പക്ഷെ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ. പക്ഷെ ഞാൻ കറക്റ്റ് സമയത്ത് എനിക്കറിയാലോ അവന് വിളിക്കുന്നേ. ഓക്കെ, ഇനി അമ്മയ്ക്ക് ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? അനുസരണ. അയ്യോ അമ്മ ഞാൻ പറഞ്ഞ എന്തും അവൻ അനുസരിച്ചിട്ടുണ്ട് ഇതുവരെ. വേറെ ഗതിയില്ലാത്തോണ്ടാണ്. പിന്നെ എന്തിനു പിന്നെ അവനെ പൊക്കി പറയണത് ഇഷ്ടമേല. പക്ഷെ പൊക്കണതല്ല, അവൻ ഇപ്പൊ എന്തിനാണ് ഞാൻ മക്കളെ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെയാണെന്ന് പറയുമ്പോ അവൻ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് നല്ലത്. ഇപ്പൊ പോണില്ല ഞാൻ പോവും, എനിക്ക് തോന്നിയെടുത്ത് പോകും അങ്ങനെ പറയുമ്പോ നമുക്കത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേറെ അവനെ പൊക്കി പറയണത് ഒന്നും ഓക്കെ. അപ്പം ചേട്ടന് അമ്മയുടെ എന്തൊക്കെ ക്വാളിറ്റീസാ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്. അതല്ലാണ്ട് ക്വാളിറ്റീസ് എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളത്? ഞാൻ അഭിനയിക്കുന്നത് അമ്മ കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ എന്റെ അടുത്ത് ഇടുക. മുമ്പ് എന്തെങ്കിലുമൊക്കെ ഓരോ ആൾക്കാർ പറയുന്ന അഭിനയിച്ചൊക്കെ കാണിക്കും. കുറെ പരിപാടികളുണ്ട്. ചിലപ്പോ അതായിരിക്കും. അച്ഛന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും? അച്ഛന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത്? അച്ഛന്റെ ഡ്രൈവിങ്, ഡ്രൈവറാ. ഡ്രൈവിങ് അത്യാവശ്യം എക്സ്പേർട്ടാ. അത്യാവശ്യം ഡ്രൈവിംഗ് പരിപാടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്താ ആലോചിച്ചിരിക്കണേ? അമ്മ എന്തോ എന്തായിരിക്കും അമ്മക്ക് എന്താ തോന്നണേ? എന്തിനാണ് ചേട്ടൻ എന്തൊക്കെ ക്വാളിറ്റീസ് അമ്മയുടെ കിട്ടിയിട്ടുള്ളേ? വീട്ടില് അവന്റെ അച്ഛൻ പറയും നിന്റെ സ്വഭാവമാണ് അവനും എന്ന് അവന്റെ അനിയത്തിയും പറയും. ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. ഇന്ന് സ്നേഹത്തിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കങ്ങ് വിഷമാവും. അതുപോലെ ഒരു വിഷമം അവനും ഉണ്ട്. പുറത്തെങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, കൂട്ടുകാരോടെ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, വീട്ടിലെങ്ങനെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട അവൻ പെട്ടെന്ന് മൂടൗട്ടായി അങ്ങ് പോകും. അപ്പൊ ആ സ്വഭാവം എന്റേത് അവനും ഉണ്ട്. അതങ്ങനെയാണ്. നിങ്ങൾ പിണങ്ങിയിരിക്കാറുണ്ടോ? ഒരുപാട് തവണ അമ്മ ചില സമയത്ത് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു ചെയ്തിട്ട് അത് വലിയ കാര്യമാണ്. ഇടയ്ക്ക് എന്തോ ഒരു ഡ്രസ്സ് ഇതൊന്നും കഴിവ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റാക്കി തന്നെ അത് കറ പറ്റി, അതൊന്നും കറയൊന്നും പറ്റിയതൊന്നും കണ്ടില്ല, ഇത് വൃത്തിയാക്കി തരണേന്ന് പറഞ്ഞു. സമയമില്ലായിരുന്നു. അപ്പോൾ എല്ലാം ചെയ്തു. ഞാൻ വന്നപ്പോൾ രാത്രി 11 മണി വരെ എന്തെങ്കിലും തുണി തേച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു, എല്ലാം പറക്കി അടിക്കി വയ്ക്കുന്നു. സമയത്ത് ആ ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മഞ്ഞ എന്തോ ഒരു കറ, ഒരു ശകല ഒരു പൊട്ട് വലിയ കറയാക്കി കഴിച്ചപ്പോഴും കണ്ട വീട് ശകലം മഞ്ഞയാണ്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോയില്ല.
ഞാൻ വാഷ് ഇങ്ങനെ കൈ കൊണ്ട് കഴുകണമായിരുന്നു. ഞാൻ അതിന്റെ സമയമില്ല. അല്ല എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്ത് നല്ല ഡ്രസ്സായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. അല്ല അത് ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് എന്നിട്ട് ഞാൻ രാത്രി വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇച്ചിരി പിണങ്ങി. എന്നാലും കുറച്ച് സമയം തുണി അത്ര പിണക്കമുണ്ട്, ഭയങ്കര പിണക്കമാണ്. ഇതൊക്കെ തന്നെ പിണക്ക മണ്ടത്തരങ്ങളല്ല, അബദ്ധങ്ങൾ. അതെല്ലായിടത്തും ഉണ്ടല്ലോ. അമ്മ എന്തിനാ പിണങ്ങിയിരുന്നിട്ടുള്ളേ? ഇത് തന്നെ എന്റെ വായിന്ന് ചിലപ്പോ അബദ്ധങ്ങളൊക്കെ വീഴും. നമ്മള് പഴയ ആൾക്കാരല്ലേ. പഴയ ആൾക്കാരാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചെവി ഏതൊന്ന് കുറവുണ്ട്. അപ്പൊ നമ്മള് പറയുന്നതല്ല തിരിച്ച് പുള്ളിക്കാരത്ത് കേൾക്കണം, തിരിച്ച് പറയണ വേറെന്തോ. അല്ല ഇവര് പറയണതല്ല ഞാൻ മനസ്സിലാക്കണത്, ഞാൻ എന്റെ രീതിയിൽ മനസ്സിലാക്കും. അപ്പൊ അതിന് മറുപടിയാണ് ഞാൻ പറയണത്. ഇവര് ഉദ്ദേശിക്കുന്ന മറുപടി ആയിരിക്കില്ല. അതിന് ഇവന്റെ ഒന്നും കിട്ടും, എന്റെ പപ്പേരെ ഒന്നും വഴക്ക് കിട്ടും, ഇവന്റെ അനിയത്തീരെ ഒന്നും വഴക്ക്. ഇത് സ്ഥിരം ഉണ്ടാവും. അതിനു വേണ്ടി തന്നെ എല്ലാരും ഒരു 3 പേര് പറയും. ഇവ മാത്രമല്ല, 1-2 ഏരിയയിലൊക്കെ പോയി എന്തോ അറിയാതെ വായന്ന് വീടുപയത്തനങ്ങളൊക്കെ വീണ് മുമ്പ് ഇച്ചിരി പ്രശ്നങ്ങളായിട്ടുള്ള അറിയാതെ അബദ്ധം പറ്റി പറയാറിയതില്ല. അമ്മ ഈ അമ്മയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ വീട്ടിനകത്ത് എപ്പോഴും വീട്ടിനകത്താണ്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ അമ്മ പോയിട്ടുമില്ല. ട്രിവാൻഡ്രത്ത് ഒറ്റയ്ക്ക് ബസ് കയറി പോകാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അമ്മ എപ്പോഴും വീട്ടിനകത്താ, എപ്പോഴും വീട്ടിൽ തന്നെ. ഭയങ്കര അന്തർമുഖയാ. പുറത്തു കൊണ്ടുപോകുമ്പോഴും ചില കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഒന്നും ധാരണയില്ല. എനിക്കറിയാം, എനിക്ക് ഈ മക്കളെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല, പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വരാം വന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ നിന്നുകൊണ്ടാണ് എനിക്ക് താല്പര്യം. എനിക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ചേട്ടന് 3ാമത്തെ വട്ടാണല്ലേ. ആദ്യം ഞങ്ങള് വാഴയുടെ ഒരു ട്രഷർ ഹണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു കൊതുകുപാടത്തിലൊക്കെ ഇത് 3ാമത്തെ. ഇത് 3ാമത്തെ വട്ടം. അപ്പോഴൊന്നും ചേട്ടൻ അങ്ങനെ ഇടയ്ക്കൊന്ന് സംസാരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വീട്ടില് നല്ലോണം സംസാരിക്കും. ഈ അമ്മ ഓവർ കോൺഫിഡൻസ് കൂടെ കാണുമ്പോഴേ സിംഗിൾ കട്ടാക്കി അങ്ങ് വിട്ടുകൊടുത്തായി. സത്യം, ഞാൻ വീട്ടിൽ തന്നെയാണ്, ഏത് നേരം വീട്ടിൽ തന്നെ. അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അമ്മ ഒന്നും ഒറ്റയ്ക്ക് കറങ്ങി ഇടയ്ക്ക് ഞാൻ പക്ഷെ പോവില്ല, നമ്മള് കൊണ്ടുപോയി എനിക്ക് തൊട്ടടുത്ത് വരെ പോണെങ്കിലും ഇവരാരെങ്കിലും മിക്കപ്പോഴും ഒരു തവണ ബസ്സിൽ കയറി പോയപ്പോഴത്തേക്ക് മുമ്പ് ചെറുതിലെ ബസ്സിൽ കയറി പോയപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് സമയത്ത് ഇറങ്ങി, അമ്മ ഇറങ്ങിയില്ല. ബസ്സിൽ ഫ്രണ്ട് ഇരുന്ന് ഇങ്ങനെ പോണു നോക്കി, പിന്നെ ഓടി പറഞ്ഞ ആളിറങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞ അവിടെ ബഹളം ഉണ്ടാക്കി. വേറെ ഓട്ടോക്കാർ ഓട്ടോ പിടിച്ച് വണ്ടിയുടെ പറയുന്നത്. പിന്നെ ഒരു ദിവസം മംഗലാപുരത്ത് അവിടെ പോയപ്പോഴും എനിക്ക് നെടുവങ്ങാട്ട് പോയപ്പോ 5 കിലോമീറ്റർ അപ്പോഴും എന്റെ അടുത്തിരുന്ന എന്റെ ഒരു ബന്ധുവാണ് എന്റെ അടുത്തിരുന്ന. ഞാൻ ചോദിച്ചാൽ അവിടെയാണ് ഇറങ്ങാനുള്ളത്, അമ്മ ഫ്രണ്ടിലാണ് ഇരുന്നത്, ഞാൻ അവിടെ അങ്ങ് ഇറങ്ങി. അപ്പോഴും അമ്മച്ചി നോക്കിയപ്പോ കണ്ടില്ല. പിന്നെ അവരടുത്ത ജംഗ്ഷൻ ഇറങ്ങിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ അവിടെ നിൽക്കുന്നത്. ഇവരാരും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. എന്റെ 3 സഹോദരങ്ങളുണ്ട്. അവരാണ് അവര് ചെറുതിലേ എന്റെ കാര്യങ്ങൾ മൊത്തം അവർ നോക്കും. പിന്നെ ഇവന്റെ പപ്പ വെളിയിൽ ഇറങ്ങാൻ അവരെല്ലാം വാങ്ങിച്ചെടുത്ത് തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ടൂറിനൊക്കെ പോണെങ്കിൽ കാർ ഡ്രൈവറല്ലേ, അപ്പൊ വണ്ടിയിൽ പോവും, തിരിച്ചു കൊണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ വന്നപ്പോഴും എനിക്ക് പുറത്തിറങ്ങി ഒന്നിനും പോവേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവൻ എല്ലായിടത്തും കൊണ്ടുപോകും. കൊണ്ടുപോകണം, ഒറ്റയ്ക്ക് വിട്ടാൽ ആള് മിസ്സിംഗ് ആവും, വേറെ എവിടെയെങ്കിലും പോയി അള്ളി ഒപ്പിക്കും. എന്നാൽ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയത് ആറ്റിങ്ങലാണ്. ആ ഒരു ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി എനിക്ക്. 10 കിലോമീറ്റർ അങ്ങോട്ടൊന്നും പോവാൻ എനിക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് പോവാൻ അറിഞ്ഞൂടാ. സത്യമാണ്, അവൻ പറഞ്ഞു സത്യം. അപ്പൊ ഇനി ചേട്ടന്റെ കൂടെ എവിടെ പോണെന്നാണ്, ചേട്ടൻ ഇനി എവിടെ കൊണ്ടുപോകണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം? ഇന്നൊരു സ്ഥലത്ത് പോകണം, ഇവിടെ ട്രിപ്പ് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം. അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാ? അത് കാശി രാമേശ്വരം. കാശി രാമേശ്വരം. അതവൻ ഇനി അടുത്ത പടമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇല്ലേ, കൊണ്ടുപോകില്ലേ? എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ദിവസം ഇപ്പം ഷൂട്ടില്ലാത്തൊരു ദിവസം വീട്ടിലെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസം? എങ്ങനെയാണ് ഒരു ദിവസം? രാവിലെ 10 മണിയാവും എണീച്ച് വരാൻ. പിന്നെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് സംസാരം, പുറത്തോട്ട് പോവും, പോയിട്ട് അപ്പോഴത്തന്നെ വരും. ഉച്ചക്ക് ഉണ്ണാൻ നേരത്തെ ഇങ്ങെത്തും പോയാല്. ചൂരക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ?
ഇപ്പൊ ഫുഡൊന്നും കഴിക്കില്ല. ആ, എനിക്ക് ഇപ്പൊ കൊളസ്ട്രോൾ ഇപ്പൊ അധികം കൊളസ്ട്രോൾ ഒക്കെ ആയി. ഇപ്പൊ കൊളസ്ട്രോൾ ആയില്ല, കൂടുമെന്ന് പേടിയേ ഉള്ളൂ അമ്മ. ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട്. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പൊ ആഹാരം കഴിക്കൂല. ഇപ്പൊ ആഹാരം നിയന്ത്രിച്ച് ഓ എല്ലാരും വിശ്വസിച്ചു ചുമ്മാ ഇരി. അങ്ങനെയല്ലേ. ഇപ്പൊ ആഹാരം കഴിക്കൂലല്ലോ നീ. ഇച്ചിരി പക്ഷെ ഇന്നലെ ഇവൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുള്ളായിരുന്നല്ലേ. പറഞ്ഞു തരണായിരുന്നല്ലേ ഇന്റർവ്യൂവിന് ഇങ്ങനെ ഇവ അതൊന്നും മനസ്സില്ല. അവൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു ഉറങ്ങി എണീച്ച്. ഇല്ല അമ്മ ഇതല്ലേ രസം എന്നുവെച്ചാ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ച് പറയുന്നത് അതൊരു ഇതാവില്ലല്ലോ. ഇപ്പൊ അമ്മ പറയുന്നത് ഫുൾ ഉള്ളീന്നല്ലേ പറയുന്നേ. പിന്നെ ഞാൻ പറയണ എല്ലാവർക്കൊക്കെ തമാശയും കഥയൊക്കെയാണ്. എല്ലാവർക്കും തമാശ. സീരിയസ് ആവൂല, ഒന്നും സീരിയസ് ആവൂല. അതൊരു ഒരു കുഴപ്പമില്ല. അമ്മ ബോറടിക്കുമ്പോ എന്താ ചെയ്യാറ് അപ്പൊ വീട്ടില്? ഇവരാരും ഇല്ലെങ്കിൽ ബോറടിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക്. അപ്പൊ എന്താ ചെയ്യാറ്? ഇവന്റെ പപ്പ രാവിലെ പോയാ ഉച്ചക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി. അവളെ ആള് ഗൾഫിലാണ്, ഷാർജയിലാണ്. അപ്പൊ അവൾ എന്റെ കൂടെയാണ് നിക്കുന്നത്. അപ്പൊ അവളുള്ള ഇപ്പൊ അവളെ കൊച്ചുണ്ട്. അപ്പൊ നമ്മള് ഹാപ്പിയാണ്. പിന്നെ പപ്പയുണ്ട്. പിന്നെ യവനാണ് ഒറ്റയ്ക്കായി പോയത്. അത് ഹോട്ടൽ ഹാപ്പി എന്ന് പറഞ്ഞില്ലേ, ഹോട്ടലിൽ ഇരുന്നിട്ട് വിളിക്കാം അമ്മ ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളെല്ലാരും അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എന്നെ കൂടെ എറണാകുളത്ത് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് മാറി. കാരണം കോളേജ് ഇവിടെ തന്നെയാണോ പഠിച്ചത്? വീട്ടിൽ നിന്നായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. മാറി നിക്കണമെന്ന് ഞാൻ വീട്ടിൽ അന്ന് മുതൽ ഞാൻ പ്രഷർ ചെയ്തോണ്ടിരിക്കുക. ഇവര് വിടൂല. ഞാൻ തക്കല പോയി എനിക്ക് മറ്റേ വേറെ പരിപാടി, മീഡിയ പരിപാടി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വിടൂല. അച്ഛൻ പറയണ നമ്മള് വേറൊരു രീതിയിലൂടെ അങ്ങനെയൊന്നും ഇല്ല. അന്ന് പറഞ്ഞു വിട്ടുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സെറ്റായാണ്. പിള്ളേര് മാറിയൊക്കെ പോയി പഠിച്ച് ചില്ലി ആയിട്ടെന്ന് 5 കിലോമീറ്റർ പറഞ്ഞിട്ട് അന്ന് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തിന് ആരറിയാൻ. അതുകൊണ്ടാണ് വിടാത്തത്. ഞങ്ങളെ അടുത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഷൂട്ട് സമയത്ത് പോയാലും നമ്മളെ എന്നും വിളിക്കും, ദിവസവും വിളിക്കും. ചിലപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കില്ല, എവളെ അവന്റെ അനിയത്തിയാണ് വിളിക്കണത്. ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. ഒരു ദിവസം എത്ര വട്ടം അമ്മ വിളിക്കും? ഞാൻ അങ്ങനെ വിളിക്കും. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വിളിക്കും എല്ലാവരും. ഞാൻ എനിക്ക് സമയം വിളിക്കാൻ തോന്നുമ്പോ എല്ലാരെയും വിളിച്ചു. ഞാൻ അങ്ങനെ വിളിക്കൂല. കുറച്ചേരം അനിയത്തിയാണ് വിളിക്കുന്നത്, ഞാൻ വിളിക്കൂല. ആദ്യമായിട്ട് ചേട്ടൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഇതൊക്കെ? കാരണം അത്രയും നാൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ, പെട്ടെന്ന് മാറി. വേറൊന്നുമല്ല, ഇവൻ അവിടെ ചെന്ന് അവന്റെ ഫുഡ്, അവന്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുമ്പോഴാണ് അവൻ ചെയ്യണത് ഓരോന്ന്. അല്ലാതെ അവന് സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അന്നേ ഞാനുണ്ട് കൂടെ. ഇപ്പോഴും അവന്റെ കാര്യങ്ങൾ ഏറെക്കുറെ ഞാനും എന്റെ മോളും കൂടെ തന്നെയാണ് ചെയ്യണത്. ഒന്നും സ്വന്തമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലാത്തോണ്ട് ഇവ റൂമിലൊക്കെ നിൽക്കുമ്പോഴേ എന്തെങ്കിലും ലൈറ്റ് അണയ്ക്കോ അതേ വാതിൽ തുറന്നിട്ടിട്ട് കിടക്കോ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനുണ്ട്. ഒന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു ടെൻഷനുണ്ട്. കണ്ട തല വലുതാണ്. അങ്ങനെ വിളിച്ചിട്ട് വിളിക്കണതാണ്. അല്ലാതെ ഒന്നും. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്നപ്പോ ചേട്ടന്റെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് മാറിയുന്നത് ഒരു 4-5 വർഷം മുമ്പ്. എനിക്ക് ആദ്യം എറണാകുളത്ത് വന്നിട്ടില്ല. എനിക്ക് ടിക്കറ്റ് എടുത്ത് അച്ഛൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തന്നു. അവിടെ നിന്ന് ബസ് കയറിപ്പോയി എറണാകുളത്ത്. ഫ്രണ്ട്സ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, ഫുഡും ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇങ്ങനെയാണ് എറണാകുളത്ത് പോകണം. അതിന് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബാക്കി പിന്നെ അവിടെ വീട്ടിലോട്ട് അയക്കാൻ വലിയ പൈസയൊന്നും കിട്ടത്തില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം എറണാകുളത്ത് നിൽക്കാനുള്ള ഫണ്ട് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മതി നിർത്തി വീട്ടിലോട്ട് പോവാന്നൊക്കെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ പിന്നെ തോന്നുന്നില്ലല്ലോ. എനിക്കറിയാം യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുവാ, മുമ്പത്തെ പോലെയല്ല ഇപ്പം കുറച്ചുകൂടെ ഒന്ന് മാറി വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ മാറി വരുന്നുണ്ട്. ആ ഒരു മാറ്റം ഇങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് തന്നെ മനസ്സിലാവില്ല. മുമ്പ് നിന്ന പോലെ അല്ലല്ലോ ഇപ്പം എന്നുള്ള ആ ഒരു മാറ്റം മനസ്സിലാക്കിയപ്പോഴത്തേക്കും വിടണ്ട, എന്തായാലും നമുക്ക് മാക്സിമം നോക്കാന്നുള്ളത്. ഓക്കെ. അപ്പം സിനിമയിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ വന്ന ഏറ്റവും ഒരു മാറ്റം, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും ഇടയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്തായിരിക്കും? സിനിമയ്ക്ക് മുമ്പ് നമ്മുടെ വീട് ഒരു സാധാരണ കുടുംബം. അത്യാവശ്യം ഇച്ചിരി കടവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അതിന്റെ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല.
ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ്. മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഫുഡ് കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് അതിന്റെ ഒരു ടെൻഷനും എപ്പോഴും മനസ്സിലുണ്ടാവും. എല്ലാം ഒരു തുണി എടുത്താലും അതിനൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ടെൻഷൻ ഫ്രീ ആയി ലൈഫ് അല്ലേ? അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്താ? നമ്മളിപ്പോ വീട് മാറി. അതാണ് ഏറ്റവും. പിന്നെ ഇവനും ഇച്ചിരി മാറി സിനിമയിലൊക്കെ നല്ല ഇതായപ്പോ ഒരു സന്തോഷമുണ്ട്. കടങ്ങളെല്ലാം തീർന്ന് അങ്ങനെ ആ ഒരു സന്തോഷവും. അമ്മ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ ആവണ കൂട്ടത്തിലാണോ? ആണ്. നമ്മളൊന്ന് മുഖം കറുപ്പിച്ച് സംസാരിക്കൊക്കെ പെട്ടെന്ന് ടെൻഷൻ ആവും ഇല്ലേ? ടെൻഷൻ ആവൂലേ? അമ്മ ടെൻഷൻ ആവും പെട്ടെന്ന്? അമ്മ ടെൻഷനാവും. അതുകൊണ്ടായിരിക്കും ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ പിണങ്ങാറുണ്ടെന്ന് പറഞ്ഞില്ലേ? പിണങ്ങി കഴിഞ്ഞാൽ ആരാണ് അത് പെട്ടെന്ന് ഒന്ന് സോൾവ് ആക്കുക? എങ്ങനെയാണ് ആ ഒരു പിണക്കൊന്ന് സോൾവ് ആവാറ്? ഞാനായിരിക്കും ആദ്യം വന്നത്. പക്ഷെ അമ്മ അതിനു വേണ്ടി കരയും. അവൻ പിണങ്ങുമ്പോ പിന്നെ പ്രശ്നങ്ങൾ വേറൊരു തലത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറൊരു മൂടാക്കി അവസാനം എനിക്ക് ശാന്താവും. അമ്മ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും. അവൻ എന്നെ വഴക്ക് പറയുമ്പോ സങ്കടം വരും എനിക്ക്. വേറെ ആര് വഴക്ക് പറഞ്ഞാലും എനിക്ക് സങ്കടം. എങ്ങനെയാ വന്ന് പ്രശ്നം സോൾവ് ആക്കണേ? അവൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.